ഹൃദയം നിറഞ്ഞുള്ളത് ഒരു മുഖവരെ. നമസ്കാരം. സ്വാഗതം ചെയ്യാൻ സ്നേഹപൂർവ്വം. സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടൊക്കെ കിട്ടിയാണ് അതിന്റെ നെച്ചിക്കുറ്റി ഇപ്പൊ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ള ബിൽഡിംഗ് ആയിട്ടുള്ളത്. അന്ന് ഷീസ്റ്റേ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ആളുകൾ അതാരും അറിഞ്ഞു ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. പ്രിയരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. ഇന്ന് ഈ ഈദ് ദിവസം നമ്മളോടൊപ്പം ഉള്ളത് ഒരു മുഖവരെയോ പരിചയപ്പെടുത്തലോ ഒട്ടും ആവശ്യമില്ലാത്ത ഒരാളാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ. സ്വാഗതം ചെയ്യാൻ സ്നേഹപൂർവ്വം. ഹായ്, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് ഇത്തവണത്തെ ഈദ് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് ചെയർപേഴ്സണായ പദവി ഏറ്റെടുത്ത ടൈമിലുള്ള ആദ്യത്തെ പെരുന്നാൾ കൂടിയാണല്ലോ. അതിന് ഇത്തിരി മാധുര്യം കൂടുതൽ ഉണ്ടാവുമല്ലോ. അതിന്റെ വിശേഷം ഒന്ന് പറയോ? ഇത് എല്ലാവരെയും പോലെ നമ്മള് ഒരു പുണ്യമാസത്തില് നമ്മൾ ഒരുപാട് ത്യാഗത്തിന്റെയും ക്ഷമയുടെയും അങ്ങനെയുള്ളൊരു അവിടുന്ന് ഒരു ചിത്രം മാറി പെട്ടെന്നൊരു ആഘോഷവും സന്തോഷവും ഒക്കെ കുട്ടികളുടെ മനസ്സിൽ എന്താണോ അത്തരത്തിലൊരു പെരുന്നാൾ, ചെറിയ പെരുന്നാളിനോടുള്ള ഒരു താല്പര്യം, ഇഷ്ടം, സ്നേഹം, അതൊക്കെ തന്നെ എനിക്കിപ്പോഴും ആ ഒരു ഇഷ്ടവും സ്നേഹവും പെരുന്നാളെന്ന് കേൾക്കുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോ നഗരസഭയുടെ അധ്യക്ഷയാണെങ്കിലും അല്ലെങ്കിലും ഉണ്ട്. തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനൊപ്പം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയം തികയുന്നതും അതും പെരുന്നാൾ പോലെയുള്ള ഈ വിശേഷ ദിവസങ്ങളിൽ സമയം കിട്ടുന്നുണ്ട്. നമ്മള് എല്ലാവർക്കും 24 മണിക്കൂറാണല്ലോ ഉള്ളത്. നമ്മൾ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു, ടൈം മാനേജ്മെന്റ് ആണല്ലോ പ്രശ്നം. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആസ് ഓഫ് നൗ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. മുമ്പ് കൗൺസിലർ ആയ സമയത്ത് സ്ത്രീകൾക്ക് ഹോസ്റ്റലും ജിമ്മും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം ഷീബസും ഷീടവറും ഒക്കെ പ്ലാനിങ്ങിൽ ഉണ്ടെന്നുണ്ട്. എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? പൊതുവെ ബീങ് എ ലേഡി, സ്ത്രീകള് ഉന്നമനത്തിന് ഒരുപാട് സാധനങ്ങൾ ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ്. അന്ന് കൗൺസിലർ നഗരസഭ അംഗമായിരുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ഷീസ്റ്റേ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്റ്റല് മലപ്പുറത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു സർക്കാർ സംവിധാനത്തോട് ആദ്യമായി ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു ഷീസ്റ്റേ എന്ന് പറഞ്ഞത്. അത് മലപ്പുറത്താണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. മലപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ നമ്മളൊരു വാടകയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുത്തിട്ടാണ് ആദ്യം. പിന്നീട് നമുക്കതിന്റെ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടൊക്കെ കിട്ടിയാണ് അതിന്റെ നെച്ചിക്കുറ്റി ഇപ്പോൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ള ബിൽഡിംഗ് ആയിട്ടുള്ളത്. അന്ന് ഷീസ്റ്റേ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ആളുകൾ അത് എങ്ങനെയാണ്, ഷീസ്റ്റേ അത് നമുക്ക് പണിയാവോ, ബുദ്ധിമുട്ടാവോ, ലേഡീസ് ഹോസ്റ്റലല്ലേ എന്നൊക്കെ ഉള്ളൊരു ഇതിൽ വന്നിരുന്നു. നമ്മുടെ ആശയം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, മലപ്പുറത്ത് എത്തുന്ന സ്ത്രീകൾ ഒരു ദിവസത്തേക്ക് മാത്രം വല്ല ഇന്റർവ്യൂയോ എക്സാമോ ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാൻ ഒരിടം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ എക്സാം എഴുതാനുണ്ടാവും. അപ്പോൾ അല്ലാതെ തന്നെ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ നമ്മുടെ ഇവിടെ ലേഡി സ്റ്റാഫൊക്കെ ഉള്ള സ്ഥലമാണല്ലോ, നമ്മുടെ സിവിൽ സ്റ്റേഷനൊക്കെ അടുത്തായിട്ടാണ്. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് അതിൽ പ്രമോ വീഡിയോ ആയിട്ട് രാത്രി 12 മണിക്ക് നമ്മൾ സ്ത്രീകൾ ഒരു മലപ്പുറത്ത് വന്ന് ഇറങ്ങുന്ന ഒരു സ്ത്രീ നേരെ പിങ്ക് പോലീസിനെ വിളിക്കുന്നതും പിങ്ക് പോലീസ് അവരെ ഈ സുരക്ഷിതമായ ഒരു ഇടത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ഷീസ്റ്റയുടെ ഒരു പ്രമോ വീഡിയോ അന്നൊക്കെ ചെയ്തിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ അന്നത്തെ വകുപ്പ് മന്ത്രി ശൈലജ മിനിസ്റ്റർ ആയിരുന്നു. അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ ലോഗോ പ്രകാശനം നടത്തി ഷീസ്റ്റയുടെ. അപ്പോൾ മിനിസ്റ്റർ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഈ പ്രൊജക്റ്റ് എന്ന് ചോദിക്കുകയുണ്ടായി. അതിനുശേഷമാണ് മിനിസ്റ്റർ ബജറ്റിൽ ഈ പ്രൊജക്റ്റ് വെച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് എറണാകുളത്തും ഒക്കെ ഇപ്പൊ കാണുന്ന ഷീസ്റ്റേ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് മിനിസ്റ്റർ തന്നെ ഇതിന് നമ്മളോട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. പിന്നെ നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭ അന്നത്തെ ഭരണസമിതി നമ്മളോട് ഈ വിഷയങ്ങളൊക്കെ ചോദിച്ചു. അവരും ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് അവരും ഇതുപോലത്തെ ഒരു ഷീസ്റ്റേ എന്ന് പറഞ്ഞൊരു സാധനം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് അതെ 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 പിന്നെ ഒബ്വിയസ്ലി ഇപ്പോൾ ഷീ ബസ്, പിന്നെ ഷീ ടവർ ഒക്കെ ആയിട്ട് പൊതുവെ ഒരു ബീങ് എ ലേഡി സ്നേഹിത അതല്ല. സ്നേഹിത എന്ന് പറഞ്ഞാൽ കോളിംഗ് ബെൽ. സ്നേഹിത എന്ന് പറഞ്ഞാൽ അയൽക്കൂട്ടത്തിൽ ആളുകൾ തന്നെ താമസിക്കുന്ന, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളെ അങ്ങനെയാണത്. അത് സർക്കാർ സംവിധാനം ഓൾറെഡി അയൽക്കൂട്ടം ഒക്കെ ആയിട്ട് ഇങ്ങനെ ജില്ലാ മിഷനൊക്കെ ആയിട്ട് ഇങ്ങനെ സഹകരിച്ച് പോകുന്ന ഒരു സംവിധാനം ഓൾറെഡി ഉണ്ട്. ഇത് ഒന്നുമില്ല, നമ്മൾ സ്ത്രീകളുടെ ഒരു ഉന്നമനം, കുട്ടികളുടെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനം, അതൊക്കെയാണ് നമ്മൾ
കുറച്ചും കൂടെ കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഏരിയ അതാണെന്ന് മാത്രം. മാഡത്തിന്റെ വീട് എവിടെയാ? വീട് സ്വദേശം കോഴിക്കോടാണ്. ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വന്നത് മലപ്പുറത്തിന്റെ മരുമകളാണ്. മലപ്പുറത്തിന്റെ മരുമകളാണ്. 17 വർഷം. അതെ, അത് 17 വർഷമായി മലപ്പുറത്ത്. അതിനിടയില് നാട്ടുകാര് എല്ലാവരെയും സുപരിചിതാണ്. അതേപോലെ ഫ്രണ്ട്സ്, ബന്ധങ്ങള് എല്ലാവരെയും ഒരുമിച്ച് നല്ലൊരു പിന്തുണ കിട്ടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നല്ലൊരു പിന്തുണ ഉണ്ട്. അതിന് ഞാനായിട്ട് വേറെ എഫേർട്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല. അതിലൊരു സീക്രട്ടും ഇല്ല. അതെന്ന് വെച്ചാൽ മലപ്പുറത്തുകാരുടെ സ്നേഹം ആണ് അതിന്റെ ഏറ്റവും വലിയ ഒരു, നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ആളുകൾ നമ്മളിങ്ങനെ സ്നേഹത്തിൽ പൊതിഞ്ഞു നിർത്തും. അപ്പൊ പിന്നെ നമ്മൾ അവരിൽ ഒരാളായിട്ട് നിന്നാൽ മാത്രം മതി. അഭിമാനിക്കാൻ ഞാൻ മലപ്പുറത്ത് ജനിച്ച് വളർന്ന് കല്യാണം കഴിച്ചത് മലപ്പുറത്താണ്. ശരി. ഇപ്പൊ ഭയങ്കര നിങ്ങളെക്കാട്ടും അഭിമാനം എനിക്കുണ്ട്. മലപ്പുറത്തിന്റെ നഗരസഭ അധ്യക്ഷയായിട്ട് ഇവിടെ മലപ്പുറത്തുള്ള ആളുകളുടെ വിഷയങ്ങൾ കേൾക്കാനും ഇടപെടാനും ഒക്കെ എനിക്ക് അത് സ്വദേശം കോഴിക്കോടായി എനിക്കൊരു അവസരം കിട്ടുകയല്ലേ. അപ്പോ സർവശക്തം നന്ദി. അതെ അതെ, തീർച്ചയായിട്ടും അഭിമാനമാണ്. അതെ, അത് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ആളുകള് മലപ്പുറത്തെ കുറിച്ച് എല്ലാവരും പറയുന്നത് പോലെ നമ്മളിങ്ങനെ കേൾക്കുന്ന മലപ്പുറം അല്ല, കണ്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ മലപ്പുറം. അതെ. ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടാണ് മുജീബ് കാടേരിയും സംഘവും ഇറങ്ങിപ്പോയിട്ടുള്ളത്. അതുപോലെ തന്നെ അവരും അതിനു മുമ്പുള്ള ആളുകളും ചെയ്തു വെച്ച പല പദ്ധതികളും നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതെല്ലാം ഒരു വലിയ ടാസ്ക് ആയിട്ട് മുന്നിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന രാഷ്ട്രീയ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇരുന്ന സീറ്റാ. അപ്പോ അത്ര ആകാംക്ഷയോടെയാണ് നമ്മുടെ പാർട്ടിയാണെങ്കിലും ജനങ്ങളാണ്, പൊതുസമൂഹം ഒക്കെ നമ്മളെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് തങ്ങൾ കുടുംബം അടങ്ങുന്ന പാണക്കാട് തങ്ങൾ കുടുംബം അടങ്ങുന്ന ഒരു നഗരസഭ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടങ്ങുന്ന നഗരസഭ. അപ്പോൾ വലിയൊരു ചലഞ്ചാണ്. എങ്ങനെ ഇത് പെർഫോം ചെയ്യുന്നു, ഏതൊക്കെ ചലഞ്ചസ് ഉണ്ടെങ്കിലും നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരും നോക്കിക്കാണും. വളരെ വിജിലന്റ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. പൊതുജീവിതത്തിലെ മുന്നേറ്റങ്ങൾക്ക് ഭർത്താവിന്റെ പിന്തുണയൊക്കെ എങ്ങനെ? തീർച്ചയായിട്ടും. ഭർത്താവ് മാത്രമല്ല, ഭർത്താവിന്റെ വീട്ടുകാർ, ഫാമിലി. അതെ, ഭർത്താവിന്റെ ഫാദർ മരണപ്പെട്ടു പോയി. പക്ഷെ അവരെ 2 ബ്രദേഴ്സുകൾ, അപ്പം മൂത്തപ്പ, ത്രൂ ഔട്ട് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ എല്ലാവിധ സപ്പോർട്ടും. ഭർത്താവിന്റെ ഉമ്മ, ഒരു മകനാണുള്ളത്, അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം അഭാവം ആ വീട്ടിൽ അറിയാത്ത രീതിയിലാണ് ഉമ്മ അവനെ കെയർ ചെയ്യുന്നത്, നോക്കുന്നത് എല്ലാം. അദ്ദേഹം അത്തരത്തിലും കാര്യങ്ങളിലൊന്നും എന്നോട്, എൻ്റെ കാര്യങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും ഭരണകാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയുക, ഇടപെടുക ഒന്നും ചെയ്യാറില്ല. എന്നെ കൊണ്ട് പറ്റുന്നുള്ള വിശ്വാസമാവാം. മലപ്പുറത്തിന്റെ മരുമകളാണ്, മലപ്പുറത്തിന്റെ ചെയർപേഴ്സൺ ആണ്, എല്ലാം മലപ്പുറംകാരി, അഭിമാനമാണ്. അപ്പൊ മലപ്പുറത്തിന്റെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ പൊതുവെ ഭക്ഷണപ്രിയൊന്നുമല്ല. ചായയാണ് എൻ്റെ ചായയാണ് എനിക്ക് ഏത് സമയവും, എല്ലാ സമയവും കിട്ടേണ്ട ഒരു സാധനം ഏതാന്ന് വെച്ചാൽ ചായയാണ്. അത്രേ ഉള്ളൂ. ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു ഭക്ഷണപ്രിയം. ഇപ്പൊ ഇവിടെ വന്നിട്ടൊന്നും ഉച്ചക്ക് ഭക്ഷണം കഴിക്കാറില്ല. കോടതിയിലാണ സമയത്തും ഉച്ച ഭക്ഷണം കഴിക്കാറില്ല. വളരെ കുറവാണ് ഭക്ഷണം കഴിക്കുന്നതും. ശ്രദ്ധിക്കണം, കുറച്ചും കൂടെ അറിയാം. പക്ഷെ ഏത് സമയവും ചായ കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും. അതെ, എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സ്, എന്നെ അറിയുന്ന ഒരു സർക്കിൾ എല്ലാവർക്കും അറിയാം ചായ ചായ. അതെ, നിങ്ങളിലൂടെ എല്ലാരും അറിഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. മേഡം ഗോൾഡ് ഉപയോഗിക്കുന്നില്ല. അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു ഉദ്ദേശമോ കാര്യങ്ങളോ? ഉദ്ദേശമൊന്നുമില്ല. പൊതുവെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ വലിയൊരു ഗോൾഡിനോട് വലിയൊരു താല്പര്യം ഇല്ല. അതുകൊണ്ട് വള, മോതിരം, ഈ മാല, ഇതൊന്നും പാദസരം ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഫഷണലിസം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് എപ്പോഴോ നിർത്തി വെച്ചതാണ്. മനഃപൂർവ്വം അല്ല, എങ്ങനെയോ എവിടെയോ വെച്ച് നിർത്തിപ്പോയ ഒരു സംഗതിയാണ്. അപ്പൊ പിന്നെ അതങ്ങനെ പോയി, മുന്നോട്ട് പോയി. ഈ പുതിയ പദവി ഏറ്റെടുക്കുമ്പോൾ പ്രൊഫഷൻ ഇപ്പോൾ വക്കീലാണല്ലോ, അതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ. കാരണം പ്രൊഫഷൻ എനിക്ക് എൻ്റെ വളരെ ഇഷ്ടമുള്ളൊരു പ്രൊഫഷനാണ്, ഒരു പാഷനാണ് സത്യത്തിൽ വക്കീൽ പണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാൻ ഇവിടെ മലപ്പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷക കൂടിയാണ്.
ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ടെൻഷൻ ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ്. പക്ഷെ ഓഫീസ് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്, ജൂനിയേഴ്സ് ഉണ്ട്, അവർ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ തന്നെ, എനിക്കും ടെക്നിക്കലി ബാൻ ഒന്നുമില്ല പ്രാക്ടീസ് ചെയ്യാൻ. കോടതി പോയി കഴിഞ്ഞ ദിവസമൊക്കെ പോയി. അപ്പൊ പിന്നെ അത് അങ്ങനെ മാനേജ് ചെയ്ത് പോവാം എന്നുള്ളൊരു വിശ്വാസമാണ്. മലപ്പുറം കോടതിയിലാണ്, മലപ്പുറം ബാർ അസോസിയേഷനിലെ മെമ്പറാണ്. 5 വർഷം കഴിഞ്ഞ് ഇറങ്ങി, ഒരുപാട് വർഷം കഴിഞ്ഞിട്ടും മലപ്പുറത്തിന് ഓർക്കാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് റിനിഷയുടെ ഒരു കയ്യൊപ്പ് പതിച്ച ഒരു അഭിമാനകരമായിട്ട് എന്തെങ്കിലും പ്രൊജക്ട് മനസ്സിലുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആളുകളുടെ ബേസിക് നീഡ്സ് ഇപ്പോഴും നമുക്കൊക്കെ പ്രശ്നം, നമ്മൾ പലതരത്തിൽ നഗരത്തിൽ വികസനം ഉണ്ടെങ്കിലും ജനങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ വെള്ളം വരുന്നുണ്ടോ, ആ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ടോ, അവരുടെ പ്രദേശങ്ങളിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ, അതാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത്, ബുദ്ധിമുട്ടിക്കുന്ന സംഗതി. അപ്പൊ അത്തരത്തിലൊരു പ്രയാസമില്ലാതെ ആളുകളുടെ ബേസിക് നീഡ്സ്, അതോടൊപ്പം തന്നെ നമ്മളുടെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ ഇത്തരം ആളുകളുടെ വെള്ളം, വെളിച്ചം, പാർപ്പിടം, ഭക്ഷണം, അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതെ ആളുകളുടെ ഒരു പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അധികാരത്തിലേറി 100 ദിവസം പിന്നിടുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ശശിക്കാരെ, പിന്നെ വിനോദയാത്ര, അവരുടെ സംഗമം, അതുപോലെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ബസ് സ്റ്റാൻഡിന്റെ കാര്യം സജീവമാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ നിന്നൊക്കെ നിറഞ്ഞു. ഇതിനൊക്കെ കൂടെയുള്ള പ്രവർത്തകരുടെ ഒരു പിന്തുണ എങ്ങനെയാണ്? അയ്യോ, ഒരു സംശയമില്ല. ബസ് സ്റ്റാൻഡ് വിഷയത്തിലാണെങ്കിൽ രാഷ്ട്രീയം നോക്കാതെയാണ് ഇവിടുത്തെ നഗരസഭ ഒറ്റക്കെട്ടായിട്ടാണ് അതിൽ നേരിട്ടിട്ടുള്ളത്. ഞാൻ പലതരത്തിലുള്ള പരാമർശങ്ങളൊക്കെ കാണാനും ഇടയായിട്ടുണ്ട്. ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ, നമുക്ക് രാജ്യത്തൊരു ലോ ആൻഡ് ഓർഡർ സെറ്റപ്പ് ഉണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, മിനിസ്റ്റർ, വകുപ്പ് മന്ത്രി വന്നപ്പോൾ അവരുടെ ഉത്തരവുണ്ട്. അതിനെല്ലാം മറികടന്ന് ചെയ്യാനുള്ള ഒരു ഒരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അത് ഒരിക്കലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും നഗരത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികളാണല്ലോ, തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കേണ്ടത്. അല്ലാതെ അവരുടെ ബസ് ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനൊന്നും, നമ്മൾക്കിപ്പോൾ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ബസ് കയറുക എന്നുള്ളത്, ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി വെക്കുന്നതിന്റെ ഏറ്റവും ഉദ്ദേശം ബസ് കയറുക എന്നുള്ളതാണല്ലോ. പിന്നെ ബസ് കയറി അവിടെ ആളുകളില്ലാത്തതുകൊണ്ട് ആ ബസ് അങ്ങോട്ട് കയറാത്തതെന്ന് പറയുമ്പോൾ അത് ശരിയല്ല. കാരണം ബസ് സ്റ്റാൻഡിൽ ബസ് കയറിയാലേ ആളുകൾ വരുള്ളൂ, ബസ് കയറിയാലേ അവിടെ കച്ചവടം ഉണ്ടാവുള്ളൂ, ബസ് കയറിയാലേ അവിടെ ഓട്ടം കിട്ടുള്ളൂ ഓട്ടോക്കാർക്ക്. പിന്നെ ബസ് കയറിയാൽ തന്നെ അവിടെ ലൈവ് ആവുള്ളൂ. പിന്നെ ബസ് എവിടെ നിർത്തുന്നു അവിടെ പോയിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കേണ്ട പണി ഏതായാലും നടക്കുന്ന കാര്യമല്ല. അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് പ്രതിപക്ഷം ഭരണപക്ഷം വ്യത്യാസമില്ലാതെ ഒരുമിച്ച് അങ്ങനെ റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതിന്റെ ഫലം കിട്ടുകയും ചെയ്തു. പിന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്കും ഡയറക്റ്റ് നമ്മൾ ഈ വിവരം അറിയിച്ചതിൽ അവരുടെ ഓഫീസിൽ നിന്ന്, മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിവരം അറിയിച്ചു. അവര് കൺസേൺഡ് RTOക്ക് റിപ്പോർട്ട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി എടുത്തു. അപ്പോഴാണ് ഇതൊരു സെറ്റിൽമെന്റിലേക്ക് വന്നത്. ഇപ്പോൾ ആസ് ഓഫ് നോ പ്രശ്നമില്ല, കയറുന്നുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഒരു ഐലൻഡ് ഉണ്ട്, ട്രയാങ്കിൾ ഷേപ്പ്, അതൊന്ന് മാറ്റി റൗണ്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മളത് ഏറ്റിട്ടുണ്ട്, ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. MLAയുടെ ബ്യൂട്ടിഫിക്കേഷൻ പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ കൂടെ നടക്കാവുന്ന കേസേ ഉള്ളൂ. ഇപ്പോൾ അത് പ്രാക്ടിക്കലാണ്. 1992 1992 നമ്മുടെ നഗരസഭ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് PK കുഞ്ഞു സാഹിബ്. അദ്ദേഹം അന്ന് മുതൽ ബസ് കയറുന്നുണ്ട്. 2011 വരെ ബസ് കയറിയിട്ടുണ്ട്. പിന്നീട് എപ്പോഴോ ആണ് ബസ് സ്റ്റാൻഡിൽ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ CH ജമീല ടീച്ചറിന്റെ കാലത്ത് 80 ലക്ഷം രൂപ ചെലവാക്കി ബസ് സ്റ്റാൻഡ് നവീകരിച്ചു, ഫുള്ള് കോൺക്രീറ്റ് ചെയ്തു, ടൈൽസ് ചെയ്തു. പിന്നെ AK റോഡ് വീതിയിലെന്ന് വന്നപ്പോൾ പിന്നെ അത് വീതി കൂട്ടി കൊടുത്തു, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നീട് കോടതിയുടെ ഓർഡർ ഉണ്ടായ ശേഷം വീണ്ടും കയറിയിരുന്നു. പിന്നെ കൊറോണ സമയം വന്നപ്പോഴാണ് ഇടയ്ക്ക് വെച്ചിട്ട് നിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ ബസ് സ്റ്റാൻഡ് നമുക്ക് നവീകരിച്ച് പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിൽ നഗരസഭയ്ക്ക് അങ്ങനെ ചെയ്യില്ല എന്നൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഈ നഗരസഭ ഇത്രയും രൂപ ചെലവാക്കിയിട്ട് പൊതുജനങ്ങൾ ബസ് സ്റ്റാൻഡിൽ കയറണം എന്നുള്ളതാണ്. കാരണം KB സ്കൂള് വരുന്നുണ്ട്, KCB ഓഫീസ് വരുന്നുണ്ട്, പ്രൈവറ്റ് ട്യൂഷൻ സെന്റേഴ്സ് ഒരുപാടുണ്ട്, നഗരസഭ ഉദ്യോഗസ്ഥരുണ്ട്. പിന്നെ ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനമല്ലേ, പെട്ടെന്ന് അല്ലേ അത്. അതെ അതെ, പോലീസ് സ്റ്റേഷന്റെ അവിടെ BSRന്റെ റൗണ്ടിന്റെ ഫ്രണ്ടിൽ അതൊന്നും ഈ ബസ് നിൽക്കുന്നിടത്തൊക്കെ പോയിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഓതറൈസ്ഡ് ബസ് സ്റ്റോപ്പിൽ ബസ്, അത് ശ്രദ്ധിക്കേണ്ടത് നമ്മളല്ല, അതിന്റെ ആളുകളാണ്.
അത് അവര് RTO പോലീസൊക്കെ അതൊന്നുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇത്തരം കാര്യങ്ങളായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മൾക്ക് ഏതായാലും ഒരു ജനപ്രതിനിധി നിലക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബസ് സ്റ്റാൻഡ് കേരളം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. ഇൻസ്പയർ ആയ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു രാഷ്ട്രീയ നേതാവ് ആരാണ്? മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരു സഹനശക്തി, അദ്ദേഹം ആളുകളെ ഡീൽ ചെയ്യുന്നത് സ്നേഹത്തോടെ ക്ഷമയോടെ അല്ലെ, അതെ കേൾക്കുക, അതെ അതെ പുഞ്ചിരിയോടെ ആളുകളെ കേൾക്കുക. നമുക്കിപ്പോ എല്ലാം ആളുകൾക്ക് പ്രശ്നം പരിഹാരം ഒന്നും പറ്റില്ല ചിലപ്പോൾ, കാരണം സർക്കാർ സംവിധാനമാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളെല്ലാം അതിന്റെ മുറയ്ക്ക് പോകുന്ന സമയത്ത് ഒരുപാട് അതിന്റെ ഫോർമാലിറ്റീസ് കവർ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആളുകളെ ഒരു പുഞ്ചിരിയോടെ ക്ഷമയോടെ കേൾക്കുമ്പോൾ ഒരു വലിയൊരു ആശ്വാസമായിരിക്കും. ആളുകളെ കേൾക്കുക. അപ്പൊ തങ്ങൾ കുടുംബം മൊത്തത്തില് അങ്ങനെയുള്ള ഒരു ചെറുപ്പം മുതലേ കേൾക്കുന്നവര് വീട് ആദ്യപ്പള്ളിയാണ്. ഞാൻ പണക്കാട് സ്കൂളിൽ പഠിച്ചതാണ്. അപ്പൊ അവരുമായി അദ്ദേഹം ബ്രാൻഡ് അംബാസിഡർ ആണ് ഓഫ് ഹാർമണി. നമ്മള് ഒരിക്കലും അദ്ദേഹത്തോട് എങ്ങനെ വർക്ക് ചെയ്താലും അവരുടെ ഒരു എത്തില്ല. കാരണം അവരുടെ എല്ലാ ദിവസവും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആ കുടുംബത്തിൽ നിന്നില്ലാതെ എല്ലാ ദിവസവും ഇത് രാവിലെയും പകലും ഒക്കെ അവര് അല്ലെ എത്ര സമയമാണ് ആളുകൾക്ക് വേണ്ടി, ആളുകൾ പ്രയാസം പറയുന്ന ആളുകളുടെ കേൾക്കുക, അവർക്ക് പരിഹാരം കണ്ടെത്തുക, അങ്ങനെ ഒരുപാട് അവരെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. നമ്മളൊക്കെ ഇപ്പൊ അധ്യക്ഷ എന്ന നിലക്കാണ് ഇത് കേൾക്കുന്നത്. പക്ഷെ അവരെന്നും ആ കുടുംബം അവരുടെ വീട് അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കല്ലേ, ആളുകൾക്ക് കയറി വരുന്നത്, പ്രശ്നം പറയുന്നത്, രാത്രിയോ പകലോ അല്ലെ വ്യത്യാസമില്ലാതെ അങ്ങനെ അതാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞത്. കോട്ടക്കുന്ന് പാർക്ക്, അതുപോലെ വലിയങ്ങാടി, MSP പോലുള്ളതൊക്കെ നമുക്ക് ഒട്ടേറെ പൈതൃകം നിറഞ്ഞ ഒരു ടൂറിസം മേഖലയ്ക്കുള്ള സ്ഥലങ്ങളാണല്ലോ. എന്തുകൊണ്ട് നഗരസഭന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം, അങ്ങനെ ഒരു ഇല്ലാത്തത്? DTPCയുടെ കയ്യിലാണ് ഇപ്പോൾ കോട്ടക്കുന്ന് പാർക്ക്. പക്ഷെ നമ്മൾ തിരിച്ച് പിടിക്കാനുള്ള എല്ലാ ശ്രമവും മീൻസ് എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്ത് നമ്മളത് ചെയ്തിട്ട് നമുക്ക് വലിയ രീതിയിൽ, ഇപ്പം മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം വേറൊരു ടൂറിസം ഇല്ല. കോട്ടക്കുന്നാണ് എല്ലാവരും ആശ്രയിക്കുന്ന ഒരു സ്ഥലം. അപ്പൊ അത് ഇപ്പൊ നിലവിലത് DTPCയുടെ കയ്യിലാണ്. നമുക്കിനി ഗവൺമെന്റ് മാറുന്ന സമയത്ത് പുതിയ പുതിയ പ്രൊജക്ട്സുകൾ എന്തെങ്കിലും അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് നഗരസഭയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ഗവൺമെന്റിന്റെ സപ്പോർട്ടും ഹെൽപ്പും വേണം. സംഗീതം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഏതൊരു സംഗീതം ഒരു ഇഷ്ടപ്പെട്ട ഒരു ഗായകനാരാ? ഗായകനാണോ ഗായികയാണോ? ഗായകനാണോ വേണ്ടത്? ഞാന് കുഴപ്പമില്ല. ചിത്ര ചേച്ചി, വാനമ്പാടി ഡെഫിനറ്റ്ലി. പിന്നെ ശ്രേയ ഘോഷാലിനെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട ഗാനം? മലയാളം ഗാനങ്ങള് ഒരു ഇപ്പത്തെ ഒരു മോഡേൺ ട്രെൻഡൊന്നും എനിക്ക് ഇഷ്ടമില്ല. പഴയ പാട്ടുകള് നമ്മുടെ ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നമായിരിക്കും. ഇപ്പൊ കായ് നായി എന്നൊക്കെ. പക്ഷെ നമ്മളത് വെക്കുന്ന സമയത്ത് കുട്ടികൾക്ക് നമ്മൾ ചിലപ്പോ തള്ള വൈബ് തന്ത വൈബൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾക്ക് നമ്മുടെ കാലഘട്ടമല്ല. അപ്പം ഇല്ല, മറന്നു പോകണല്ലോ. ഇപ്പൊ പുതിയ തരത്തിലുള്ള അതെ. പഴയ ഗാനങ്ങളുടെ വരികളും പഴയ ഗാനങ്ങളും ഒക്കെ ഇപ്പോഴും നമ്മളെ മനസ്സിലുണ്ട്. പുതിയൊരു ഗാനം കഴിഞ്ഞ് അടുത്ത മാസം പുതിയത് വരുമ്പോഴത്തേക്കും ഇത് മറന്നു പോവാണ്. ഗാനം ഒരുപാടുണ്ട്. അങ്ങനെ ഒന്നും ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാടുണ്ട്. ഹിന്ദി ആണെങ്കിൽ ഷാരൂഖ് ഖാൻ ഹിറ്റ്സ് ഉണ്ടാവും, ഈ മലയാളം ആണെങ്കിൽ മമ്മൂട്ടി ഹിറ്റ്സ് ഉണ്ടാവും. അങ്ങനെ മമ്മൂട്ടി ഫാനാണ്. അങ്ങനെ കുറെ ഉണ്ട്. ഒന്നും എടുത്ത് പറയാൻ പറ്റില്ല, ഒരുപാടുണ്ട്. പെരുന്നാളായിട്ട് ഒരു ഇഷ്ടഗാനത്തിന്റെ ഒരു 2 വരി ഒരു രക്ഷയില്ല. അല്ല അതല്ല പാടി നിങ്ങള് ബുദ്ധിമുട്ടെന്ന് പറയാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വരുന്നാൾ സമ്മാനം കാണുന്ന ആളുകൾക്ക് അത് വലിയ പ്രശ്നമാവും. തിരക്കുകൾക്കിടയിലും ഈ പെരുന്നാൾ ദിവസം നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാൻ വന്നതിൽ അതിയായ താങ്ക് യു. നല്ലൊരു നാളേക്കായി മലപ്പുറത്തിന്റെ വക്കാലത്ത് ഏറ്റെടുത്ത നമ്മുടെ പ്രിയങ്കരിയായ അഡ്വക്കേറ്റ് റിനിഷ മാഡത്തിന് ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ.